നിങ്ങളൊരു മികച്ച സെയിൽസ് പേഴ്സൺ ആയിരിക്കും, ഒരു മികച്ച HR പേഴ്സൺ ആയിരിക്കാം, മികച്ച നെഗോഷിയേറ്റർ ആയിരിക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തന്നെ ആരംഭിച്ചത്. ഈ കഴിവുകൾ മാത്രമാണോ ബിസിനസിന്റെ സക്സസിന്റെ മാനദണ്ഡം? ഏതൊരു ബിസിനസിന്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ജനറേഷൻ ആണ്. ഈ ലാഭത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയാണ്. നിങ്ങളെ കൊണ്ട് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും ഔട്ട്സോഴ്സ് ചെയ്ത് ഒരു കമ്പനി നിലനിർത്താനായിട്ട് സാധിക്കില്ല. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏറ്റവും അവസാനം വരുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബിസിനസിന്റെ എല്ലാ ഫംഗ്ഷനുകളും ഒരേപോലെ പ്രവർത്തിക്കണം. മിക്കവാറും ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം, പക്ഷേ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായും ഔട്ട്സോഴ്സ് ചെയ്യുക അസാധ്യമാണ്. കാരണം ഒരു സംരംഭകനെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയിലും നിങ്ങൾ കൂടി ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്.